ഫ്രണ്ട്സ്, നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ടല്ലോ. 2 ചപ്പാത്തി ഉണ്ടാക്കാൻ അവിടെ എത്ര പേരാണ് നിൽക്കുന്നത്? ദുബായില് കൊറോണ പിടിച്ചുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ കുക്കിംഗ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നമ്മുടെ ചപ്പാത്തി മേക്കർ ഉണ്ട്. പ്രോ ആണ്. പ്രോ ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഓടി വന്ന 2 പേരാണ്. അല്ല, ഇവിടുത്തെ ആസ്ഥാന അടിമ കേട്ടോ. പിന്നെ അത് പണി അറിയാവുന്ന പണിക്കാരൻ. ഇത് മഞ്ഞ കണ്ടോ? ഇവിടെ ആളാണ് ഇപ്പൊ ചപ്പാത്തി കരിച്ച ആള്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയില് ഞങ്ങളുടെ ദുബായിലെ കൊറോണ സമയത്തുള്ള കുക്കിംഗ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. വെള്ളം ചേർത്ത് എന്റെ പണിക്കാരി ഇവിടുത്തെ മെയിൻ മെക്കാനിക്ക് ഇതാണ് KNKയുടെ മെയിൻ പ്രൊഫൈൽ. പണി അറിയാവുന്ന പണിക്കാരൻ. പ്രതിരോധിക്കേണ്ട ചപ്പാത്തി നോക്കുന്നുണ്ട് നമ്മള് ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഒരു പാക്കറ്റ് ഇപ്പൊ കഴിഞ്ഞ നമ്മള് എണ്ണയാണെങ്കിൽ എടുത്ത് വെക്കാനായിട്ട് പാത്രം ഇല്ലാത്തതുകൊണ്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്ന തവിക്കകത്ത് പോളിടെക്നിക്ക്. ഇത് കാണുന്ന സൗദിയിലിരിക്കുന്ന ജോൺസന്റെ ഭാര്യ. പറ്റൂടാ, ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കും. എടുക്കാൻ പറ്റില്ല. അടുത്ത ദിവസം വ്യാഴാഴ്ച നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മസാല ദോശ ഉണ്ടാക്കും. നീ നല്ലോണം പഠിത്തമുണ്ട്. ഫ്രണ്ട്സ്, നമ്മളത് അടിപൊളി ബീഫ് കറി. ഇത് ജോബിന്റെ വക ബീഫ് കഴുകിയവനാന്ന്. അടിപൊളി ബീഫ് കറി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചപ്പാത്തി പരത്തുന്നത്. ബീഫ് കറി ഞാൻ കാണിച്ചു തരാം. നല്ല മുളക് ഇട്ട അടിപൊളി മസാല, ഗരം മസാല ഇട്ട് നല്ല നാടൻ സ്പൈസ് ഇവിടെ ചപ്പാത്തി പരത്താൻ തുടക്കം ഇട്ടത് ഇവനാ. ഇവൻ പ്രോയാന്ന് പറഞ്ഞിട്ടാ ചപ്പാത്തി തുടക്കം ഇട്ട. ഇത് വട്ടമായില്ലേ നിന്നെ വട്ടം കൂടി അടിക്കുവോ? ഇവിടെ ഉള്ള എടുത്ത് കളഞ്ഞു പൊട്ടി കയ്യിൽ അഴുക്കും കയറ്റി. ഇവിടെ ഫ്രഷ് പഴയ ജയിൽ പുള്ളിയാ. സൂം ചെയ്തെടുത്തു, ആൾക്കാർ കാണും. ഫ്രണ്ട്സ്, ഇന്ന് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ ഞങ്ങൾ എല്ലാവരും കൂടെ മസാല ദോശയ്ക്ക് ഇതേ സംഭവം എല്ലാം അരിഞ്ഞ് ഞങ്ങളത് ഇതിപ്പോൾ കിഴങ്ങും ബാക്കി കുറച്ച് സാധനങ്ങളല്ല ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഞങ്ങളത് ഇത്രയും പേര് ഇവിടെ വർക്ക് ചെയ്യാനുണ്ട്. പക്ഷെ ഇതില് ഒരു പണിയില്ല, ചൊറയും കുത്തിരിക്കുന്ന ഒരുത്തരുണ്ട്. എടാ ഒന്ന് കാണിച്ചാൽ കുറിയും തൊട്ട് നിൽക്കുന്നുണ്ടോ? ഇതാ അവസ്ഥ. എല്ലാ റൂമിലും കാണും ഇതുപോലെ ഒരുത്തൻ. നീ ഹാപ്പി അല്ലേടാ? അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഇന്ന് വൈകിട്ടത്തെ ഇവിടുത്തെ മസാല ദോശ ഉണ്ടാക്കല്. ഇതാണ് നമ്മുടെ മെയിൻ മെക്കാനിക്ക്. ഇവനെ ഇതാണ് ഞങ്ങളുടെ മെയിൻ മെക്കാനിക്ക്. ആടിയുണ്ടെന്ന് ആരും മേടിക്കണ്ട കേട്ടോ. അത് പശു നെയ്യും വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ആദ്യം മസാല ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ പശു നെയ്യ് ഒഴിക്കുന്നത്. അത് ചൂടായി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഹോൾ സ്പൈസ്, ഏലക്കായ, ഇംഗ്ലീഷ് ഒക്കെ വരുന്നതാണെങ്കിൽ നാളെ രീതി പറയാം. ഇലയില്ല, കുറേ നല്ല ജീരകം കിടപ്പുണ്ട്. അതൊന്നും എടുത്ത കാര്യമൊന്നുമില്ല. ഗ്രാമ്പൊന്നും കിട്ടുന്നില്ല. 2-3 ഗ്രാമ്പ് കിട്ടി. ചില റോപ്പട്ടി ഇട്ടു. 3 ഇല കിട്ടും. കുറച്ച് പെരിഞ്ചീരകം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഘട്ടം കഴിയും. ആ പൊട്ടിക്ക്. അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കടുക് ഇടുക.
കടുക് ഇപ്പൊ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റുന്ന ഒരു സാധനമാണ് കടുക്. നീ ആദ്യം പറഞ്ഞ വീട് പറഞ്ഞ ഒഴി ഒഴിച്ചുകൂടാൻ പറ്റാത്ത അതല്ലേ അത് നമ്മളെ എല്ലാ കറിക്കും ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ വാരിയിടുന്ന സാധനമാണ് കടുക്. അല്ല കടുകല്ലേ ആദ്യം വീടല്ലേ കടുക് ആയതുകൊണ്ട് മറന്നു പോയതാ അത് വേണ്ട പുതിയ സ്റ്റൈലിൽ ഞങ്ങൾ ഇങ്ങനെയാണ് പണി ചെയ്യുന്നു സമർത്ഥം പണി ചെയ്യുന്നു. കടുക് മസാല ദോശ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മലയാളികൾക്ക് ഓർമ്മ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോഫി ഹൗസിലെ അടിപൊളി മസാല ദോശയാണ് നമുക്ക് മലയാളികൾക്ക് ഏറ്റവും ഫസ്റ്റ് ഓർമ്മ വരുന്നത്. ഇത് ചുമ്മാ നിനക്ക് എന്തോടെ ഓർമ്മ വരുന്നത് മസാല ദോശ എന്ന് പറയുമ്പോ? നിനക്ക് എന്താ ഓർമ്മ വരുന്നത്? ഞാനൊക്കെ വിശന്ന് മറ്റേ ഊപ്പാട് തെറ്റിക്കുന്നത് ഏറ്റവും വില കുറവേതാ മസാല ദോശ 5 ദർഹംസ്. ആ ചേട്ടാ ഒരെണ്ണം പാഴ്സൽ. ഇതാ നമുക്ക് ഓർമ്മ വരുന്നത്. എടാ ടോറസ് നിനക്കോ? ടോറസ് എന്ന് അവന്റെ പേരല്ല കേട്ടോ, ഇവന്റെ പേര് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോ. അതുകൊണ്ട് അവൻ ഓടിക്കുന്ന വണ്ടിയുടെ പേരങ്ങ് ഞാൻ ഇട്ടതാ ടോറസ്. സവള വാടത്തിന് മുന്നിട്ട് നിനക്ക് 2 എണ്ണം, ഞങ്ങൾക്ക് എല്ലാവർക്കും വരണം. തേങ്ങയില്ല ഇതിന്റെ പുല്ല് വരുന്നു. ഇവിടെ വന്നിട്ട് എത്ര നാളായി, ഇപ്പോഴും തേങ്ങ എവിടാന്ന് അറിയത്തില്ല. ഫ്രണ്ട്സ്, ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രവാസി ആണുങ്ങളുടെ റൂം കാണാത്തവർക്ക് വേണ്ടി, നാട്ടിലുള്ളവർക്ക് വേണ്ടി സ്പെഷ്യലി, അല്ലെങ്കിൽ ഇവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്നവർക്ക് അറിയാതിരിക്കും, എന്നാലും എല്ലാവർക്കും വേണ്ടി ഞാൻ ഞങ്ങളുടെ റൂമും അടുക്കള ഭാഗവും കുറച്ച് കാണിച്ചു തരാം. അതെ, ഇത്രയും വൃത്തിയുള്ള ഒരു സ്ഥലം. ഇത്രയും പേർക്ക് നിൽക്കാൻ സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ. എത്ര ഉണ്ട്? 2, 4, 6 പേര് ഈ അടുക്കള. അടുക്കള ഞങ്ങളുടെ KFCയുടെ കൂടെ ബാക്കി കിട്ടിയ കുപ്പിയൊക്കെ എടുത്ത് വെച്ചിരുന്നത് കേട്ടോ. ഇതില് കുറച്ച് നല്ലെണ്ണയൊക്കെ ഇരിപ്പുണ്ട്, ടേപ്പ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ മെയിൻ റൂം. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, കുബേഴ്സ്. മാഗിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ കൊറോണ വന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഭാഗം ഞങ്ങൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ച്. അതാണ് ഇവിടെ കുറച്ച് ഉപ്പാപ്പൊടിയും സാധനങ്ങളും എല്ലാം ഇവിടെ നേരത്തെ മേടിച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അഥവാ പണി കെട്ടി കഴിഞ്ഞാൽ കഞ്ഞിയും പേരും കുടിച്ച് ജീവിക്കാൻ വേണ്ടി. അരി മേടിച്ച് ആദ്യം താഴെ അങ്ങാക്കിയായിരുന്നു കേട്ടോ. ഇനിയാണ് ഞങ്ങളുടെ മെയിൻ റൂം. സ്പൈസസ് എല്ലാം ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇതെല്ലാം ഇവിടെ ഇരിക്കും. ഇത് പിന്നെ ഇത് കാശ്മീരി അല്ല, ഇതാണ് പിരിയമുളക് പൊടി. കുക്കിംഗ് ആണ് ഫ്രണ്ട്സ്, താഴെ കുക്കിംഗ് നടക്കുകയാണ്. മേളില് ഞങ്ങളുടെ തേയില, പഞ്ചാര സാധനങ്ങളെല്ലാം ഉണ്ട്. ഇനിയാണ് ട്വിസ്റ്റ്, കഥയിലെ ട്വിസ്റ്റ്. ഈ പെരട്ടകളുടെ എല്ലാം തലേ തേക്കാനുള്ള എണ്ണ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. അടുപ്പിന് താഴെ വെച്ചേക്കും, കാരണം ഈ ചൂടടിച്ചിട്ട് അതങ്ങ് വരൂ. ഇതാണ് ഞങ്ങളുടെ ഗ്യാസിന്റെ റീഡിംഗ് ഒക്കെ ഇതിലാണ്. 2 മാസം കൂടുമ്പോൾ നമുക്ക് ബില്ല് വരും. അതിലൂടെ പ്രസക്തിയില്ല. ഫ്രണ്ട്സ്, ഇപ്പം നമ്മുടെ സമയം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ അടുക്കള, ഇവിടെ ഇപ്പം പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂമിനകം. ഈ വൃത്തിയായിട്ട് കിടക്കുന്ന എൻ്റെ ബെഡാണ് കേട്ടോ. ഇതാണ് എൻ്റെ സ്റ്റുഡിയോ. എൻ്റെ ക്യാമറ വേ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, നേരത്തെ PUBG കളിക്കാൻ വേണ്ടിയാണ് പ്രത്യേകം 2 തലേന്ന് എടുത്ത് വെച്ചേക്കുന്നത്, ചാരി ഇരുന്ന് PUBG കളിക്കാൻ. ഞങ്ങളുടെ അലമാര. പിന്നെ ഇവിടെ നമ്മൾ വിളക്ക് കത്തിക്കും. ഇവിടെ ടേസ്റ്റ് ചെയ്യുന്നവർ വളയിട്ട കൈകൾ. വളയിട്ട കൈകളാണ് ജോൺസന്റെ. ചട്ടുകൊന്നും വേണ്ട ഫ്രണ്ട്സ്, അവന് ചട്ടുകൊന്നും വേണ്ട, നല്ല കൈയാണ് അവൻ്റെ ചട്ടുകം.
ഇപ്പൊ പൊള്ളി കയ്യിലിരിക്കുന്നതാണ്. ഫ്രണ്ട്സ് ഞങ്ങളതേ അവിടെ ദോശയടി, ഇവിടെ സ്പോട്ടിൽ നിന്ന് ദോശ തീറ്റ. നമ്മുടെ ഇവിടുത്തെ അടുക്കളയിലെ ഫസ്റ്റ് പേരെന്താ മസാല ദോശ. നമ്മുടെ ഫസ്റ്റ് മസാല ദോശയാണ്. താങ്ക് യു ജോബിൻ. മസാല ദേ അയ്യാ എന്റെ നെയ്യും എല്ലാം ഒഴിച്ച് സൂപ്പർ. പറഞ്ഞ എടാ ചൂടാടാ നടുക്കുന്ന ഇങ്ങനെ പൊട്ടിക്കുന്നു. മസാല ഇറങ്ങുന്നുണ്ടോ? ചൂടുണ്ടാ എന്റെ നെയ്യുടെ ടേസ്റ്റ് ഒക്കെ മുന്നിൽ നിൽപ്പുണ്ട്. സൂപ്പർ. പിന്നെ നിങ്ങൾക്ക് ഞാൻ മുമ്പേ പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഈ പ്രവാസി ബാച്ചിലേഴ്സിന്റെ റൂമിലെ കാണാൻ പറ്റത്തുള്ളൂ. അതായത് അവിടെ ചുട്ടിട്ട് ഇവിടെ നിന്ന് തിന്നുന്നത്. ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ശരിക്കും ഇപ്പം സമയം 11 മണിയാകാറായിട്ടുണ്ട്. ഇപ്പോഴാണ് എണീച്ച് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈസ്റ്ററാണ്. അപ്പോൾ നമ്മുടെ ജോബിൻ മത്തായി, സിബിൻ മത്തായി എല്ലാവരും കൂടെ ബിരിയാണി വെക്കാനായിട്ട് ഈസ്റ്ററൊക്കെ അല്ലേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അടുക്കളയിലുണ്ട്. അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോകും. നമ്മളിന്ന് ഇവിടെ മറ്റേ കൊറോണയുടെ കാലം ആയതുകൊണ്ട് സാധനമൊക്കെ മേടിക്കാൻ പോകുന്നതിന് ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്തിട്ട് അങ്ങനെ വേണം സാധനം മേടിക്കാൻ പോയി. അങ്ങനെ രാവിലെ പോയി മേടിച്ച സാധനങ്ങളാണ് ഇപ്പോൾ അരിഞ്ഞ് തള്ളി നിങ്ങൾ കണ്ടിരിക്കുന്നത്. അപ്പം മെയിൻ മെക്കാനിക്ക് ജോബിൻ ഇതാ സാധനം വെച്ചോണ്ടിരിക്കുക. അപ്പോൾ എല്ലാം കഴിഞ്ഞ് റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഓ മുംബൈ ഓ മേരി പ്യാരി മുംബൈ, ഓ മുംബൈ ഓ മേരി പ്യാരി മുംബൈ, കിനാക്കൾ മിന്നി മറയും നിലാവിൻ നീലഗതിയിൽ നമുക്കീറ പാർക്കായി പറക്കാം. ഓ മുംബൈ ഓ മേരി പ്യാരി മുംബൈ, ഓ മുംബൈ ഓ മേരി പ്യാരി മുംബൈ. ഇപ്പോൾ ഫ്രണ്ട്സ് ഈ കൊറോണ സമയത്ത് ഞങ്ങളിത് നമ്മുടെ കൂടെയുള്ള ജോബിനും ടീമുകളും എല്ലാവരും കൂടെ ബിരിയാണി വെച്ച് ഈസ്റ്റർ ബിരിയാണി സംഭവം എല്ലാം റൈസ് എല്ലാം സെറ്റായി. ഇതിനകത്ത് തന്നെ ചിക്കൻ പീസൊക്കെ ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. പപ്പടം, അതിൻ്റെ അടിയിൽ ഗ്രേവി, അച്ചാറല്ല ഇത് മറ്റേ സലാഡ്, പിന്നെ ഇതേ അച്ചാർ ഞങ്ങൾ ഇതേ പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഇത്രയെല്ലാം വെച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരാഴ്ചത്തെ ഈ അടുക്കളയിലെ കുക്കിംഗ് ആണ് നിങ്ങൾ കണ്ടത്. ഈ കൊറോണ സമയത്ത് ഞാൻ പുറത്ത് പോകുന്ന വീഡിയോ ഒന്നും ഇടുന്നില്ല. കാരണം ഇവിടെ ഇവരെ റൂൾ അനുസരിച്ച് പുറത്തൊക്കെ ഇറങ്ങിയ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നത്തെ ഈ ബിരിയാണിയും കൂടെ കഴിച്ച് ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഈ 2 ആഴ്ച ഞങ്ങളിവിടെ എല്ലാവരും സേഫായിരുന്നു. അപ്പം എല്ലാവരും നാട്ടിലും ഇവിടെയും എല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും സേഫാണെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഈസ്റ്റർ സമയത്ത് ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.